പക്ഷെ അമൂല്യങ്ങളായിട്ടുള്ള ചില രത്നങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിനെപ്പറ്റി കൂടി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വലിയ തോതിൽ വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഇങ്ങനെ ആന്റിക്സ്, ഇത് പുരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട്, മാഫിയകളുണ്ട്. അവരാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല, ഈ ഇപ്പം SIT അന്വേഷിക്കുന്ന 312 ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടി. അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ? ആ തൊണ്ടി മുതലല്ലേ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്നോട് വിദേശ മലയാളി പറഞ്ഞ കാര്യമാണ് ഞാൻ SITയുടെ മുമ്പിൽ പറഞ്ഞത്. SIT അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി SITയുടെ ജോലിയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ എന്താ, സോണിയാഗാന്ധിയെ അടുക്കൽ എങ്ങനെ അവരൊക്കെ ചെന്നു? കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെവിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചത് എന്തിനായിരുന്നു? അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തായിരുന്നു ഇതിനകത്ത് പങ്ക്? അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബന്ധമുണ്ട്? കളവ് പറയുന്നതിന് ഒരു പരിധിയുണ്ട്. മുഖ്യമന്ത്രി പറയാണ് കോൺഗ്രസ്സുകാർക്കാണ് ബന്ധം. ഒരു കോൺഗ്രസ്സുകാരനും ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയതൊക്കെ CPMകാർ തന്നെയാണ്. CPMന്റെ മുന്നൊരു MLAയും പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയായ മറ്റൊരാളും ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ടാ പറഞ്ഞത് കോൺഗ്രസ്സുകാർക്ക് ബന്ധമുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്താണ്, ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ മുഖ്യമന്ത്രി കരുതുന്നത്? യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ കേസ് അട്ടിമറിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. ഈ കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്, മുന്നോട്ട് പോകുന്നില്ല. അന്താരാഷ്ട്ര ആന്റിക്സ് സ്മഗ്ലേഴ്സിന്റെ പിന്നിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തെമ്പാടും ആന്റിക്സ് കള്ളക്കടത്ത് നടത്തുന്ന ആളുകൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, CBI അന്വേഷിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ആ അന്വേഷണം. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം വേണ്ടി വരുന്നു. SITയിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, SIT അവരുടെ ജോലി ചെയ്യട്ടെ. പക്ഷേ ഇത് ഇന്റർനാഷണൽ റമിഫിക്കേഷനുള്ളൊരു കേസായതുകൊണ്ടാണ് SITക്ക് അന്വേഷിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് CBI അന്വേഷണം കോടതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന്. ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതുവരെ പത്മകുമാറിന്റെയും വാസുവിന്റെയും പേരിൽ പാർട്ടി നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടിയോ? എന്തുകൊണ്ടാണ് അവരെ സംരക്ഷിക്കുന്നത്? ജയിലിൽ കിടക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും സംരക്ഷിക്കുക എന്നുള്ളതിന്റെ അർത്ഥം അവർക്ക് എന്തെല്ലാം മറച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ്. കാരണം ഇവരുടെ പേര് പാർട്ടി നടപടിയെടുത്താൽ കൂടുതൽ ഉന്നതന്മാരുടെ പേര് അവർ വിളിച്ചു പറയും. ആ ഭയമാണ് മുഖ്യമന്ത്രിക്ക്. അല്ലായിരുന്നെങ്കിൽ അവരെ എന്ന് പുറത്താക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല? ഗോവിന്ദൻ മാഷ് എന്തുകൊണ്ട് അവരെ പുറത്താക്കുന്നില്ല? അപ്പോൾ 2 പ്രതികൾ, പ്രധാന നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് അതിനെപ്പറ്റി നടപടി പോലും സ്വീകരിക്കാതെ കോൺഗ്രസ്സുകാരെ പറ്റി കുറ്റപ്പെടുത്തുകയാണ്. ഏത് കോൺഗ്രസ്സുകാരനാണ് ഇതുമായിട്ട് ബന്ധം? പോലീസ് അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും കിട്ടിയില്ലല്ലോ. അപ്പം ഇതിൽ യഥാർത്ഥത്തിലുള്ള ബന്ധം CPMനും ഗവൺമെന്റിനും ഉള്ള ഉന്നത വ്യക്തികൾക്കുമാണ്. അവരെ കണ്ടെത്താൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്വേഷിക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഞാൻ 2 തവണ ഒരു കാര്യം പറഞ്ഞു, മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. കേരളത്തിൽ വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മുഴുവൻ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. വിളക്കുകൾ, വാർപ്പുകൾ, കിണ്ടികൾ, മൊന്ത, പുരാതനങ്ങളായിട്ടുള്ള ഈ വസ്തുക്കളൊക്കെ ലേലം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് അതിനെ ഏറ്റവും ശക്തമായി ഞാൻ പ്രതിപക്ഷ നേതാവെന്നുള്ളതിൽ ഈ സഭയ്ക്കകത്തും പുറത്തും എതിർത്തു. അന്ന് ഞാൻ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇത് മുഴുവൻ അടിച്ചു പോയേനെയും. എൻ്റെ എതിർപ്പിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചു. അതും ഇതും കൂടെ ഞാൻ ലിങ്ക് ചെയ്യുകയാണ്. അന്ന് തുടങ്ങിയതാണ് ഇവരുടെ കണ്ണ് ഈ സാധനങ്ങളിൽ, ഈ പുരാവസ്തു സാധനങ്ങൾ, ക്ഷേത്രങ്ങളിലുള്ള പുരാവസ്തുക്കൾ അടിച്ചു മാറ്റാൻ ഉള്ള ശ്രമം വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് കടകംപള്ളി ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ചതാണ്. അതിൻ്റെ തുടർച്ചയാണിതെല്ലാം.
അതിനെ നിസ്സാരമായിട്ട് കാണരുത്. ഇതിൽ വൻ മാഫിയകൾ ഇതിന്റെ പുറകിലുണ്ട്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഒട്ടാകെ ശ്രമിച്ചത്.